നമസ്കാരം. ഏവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ. നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ നമ്മളിലേക്ക് അനുഗ്രഹം തരുന്ന ദേവനാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ നമ്മൾ അഭയം തരുന്നവനെന്നും ആശുതോഷൻ എന്നുമൊക്കെ വിളിക്കുന്നതും. 27 നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ശിവഭജനം നടത്തുന്നത് ഉത്തമമാണ്. എങ്കിൽ പോലും ചില പ്രത്യേക നക്ഷത്ര ജാതകർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം വളരെ വേഗത്തിൽ ലഭിക്കുമെന്ന് ജ്യോതിഷ ശാസ്ത്രങ്ങൾ വളരെയധികം വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാര് ഭഗവാൻ ശിവനെ ഭജിച്ചാൽ അവരുടെ ജീവിതത്തിലെ ദോഷങ്ങളൊക്കെയും അകന്ന് അതിവേഗം ഐശ്വര്യവും സമാധാനവും കൈവന്നു ചേരും. അതായത് ഭഗവാൻ ശിവന് ഏറ്റവും പ്രിയമുള്ള ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നത് അതിനായിട്ട് ആദ്യം മനസ്സിലാക്കുക. ഇനി ഈ നക്ഷത്രക്കാര് പ്രത്യേകമായി ശിവപൂജ ചെയ്യേണ്ടതുണ്ടോ, അതും ഈ അധ്യായത്തിലൂടെ വിശദമായിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞു തരാം. വീഡിയോ പൂർണ്ണമായിട്ട് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങൾ ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ഈ 27 നക്ഷത്രങ്ങളിൽ ഭഗവാൻ ശിവന്റെ ജന്മനക്ഷത്രമായി കണക്കാക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. എന്നാൽ തിരുവാതിര മാത്രമല്ല, ശിവന്റെ പ്രത്യേക കടാക്ഷമുള്ള മറ്റു ചില നക്ഷത്രങ്ങൾ കൂടിയുണ്ട്. ഇവിടെ നമുക്ക് തിരുവാതിര തന്നെ ആദ്യം എടുക്കാം. അതായത് ഭഗവാൻ ശിവന്റെ സ്വന്തം നക്ഷത്രമാണ് തിരുവാതിര. രാഹുദശയിലാണ് ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ശിവഭജനം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. ഇവര് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ അത് അതിവേഗം കേൾക്കും എന്നതുകൂടി മനസ്സിലാക്കുക. രണ്ടാമത് ഭരണിയാണ്. ശുക്രന്റെ നക്ഷത്രമാണെങ്കിലും ഭരണി നക്ഷത്രക്കാർക്ക് ശിവന്റെ അനുഗ്രഹമായിരിക്കും എപ്പോഴും കൂടെ തുണയായിട്ട് ഉണ്ടാകുന്നത്. ജീവിതത്തിലെ എന്ത് കഠിനമായ ദുരിതങ്ങളും പ്രതിസന്ധികളും വന്നാൽ പോലും ഇവർക്ക് മോചനം ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഇവർ ശിവഭജനത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഇനി ആയില്യം, ബുധന്റെ നക്ഷത്രമാണ് ആയില്യം. ആയില്യ നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം എപ്പോഴും കുറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഒരു പ്രശ്നം മാറിക്കഴിയുമ്പോൾ അടുത്ത ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നതായിട്ടുള്ളൊരവസ്ഥ. ആ അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭഗവാൻ ശിവനെയാണ് അഭയം പ്രാപിക്കേണ്ടത്. അങ്ങനെ അഭയം പ്രാപിച്ചാൽ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറുന്നതാണ്. ഇനി കേതുവിന്റെ നക്ഷത്രമായ മകം നക്ഷത്രക്കാർക്ക് ആത്മീയ ഉണർവ് ലഭിക്കാനും ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാനുമായിട്ട് നിങ്ങളും ശിവഭജനമാണ് നടത്തേണ്ടത്. ഇനി രാഹുവിന്റെ സ്വാധീനമുള്ള ചോതി നക്ഷത്രക്കാര് മാനസികമായി ധൈര്യം വരുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി ഉന്നതി ഉണ്ടാകുന്നതിനും നിങ്ങളും ഭഗവാൻ ശിവനെ തന്നെയാണ് ഭജനം നടത്തേണ്ടത്. ഇനി തൃക്കേട്ട, ബുധന്റെ നക്ഷത്രമാണ്. നിങ്ങളും ശിവപൂജയിലൂടെയാണ് ദോഷങ്ങളെ മറികടക്കാൻ പ്രാപ്തരാകുന്നത്. ജാതകത്തിലെ ദോഷങ്ങളെ അതിവേഗം നിങ്ങൾക്ക് മറികടക്കണമെങ്കിൽ നിങ്ങളും ശിവപൂജ അല്ലെങ്കിൽ ശിവ ആരാധനയാണ് നടത്തേണ്ടത്. ശുക്രന്റെ നക്ഷത്രമായ പൂരാടക്കാർക്കും ശിവഭജനം വഴി വിചാരിച്ച കാര്യങ്ങൾ വേഗത്തിൽ സാധ്യമാകുമെന്നും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ശിവനെ ഭജിച്ചാൽ ഏറ്റവും വേഗത്തിൽ ഫലം ലഭിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ച് അറിഞ്ഞല്ലോ. തിരുവാതിര, ആയില്യം, മകം, ചോതി എന്നീ നക്ഷത്രക്കാര് ശിവഭജനം നടത്തിയാൽ വളരെയധികം പെട്ടെന്ന് തന്നെ ഈ കൂട്ടർക്ക് ഫലം ദൃശ്യമാകുകയും ചെയ്യും. അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജാതകത്തിലായിട്ട് രാഹു, ബുധൻ, കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലായിട്ട് ഉണ്ട്. വിരൽ ഗ്രഹമായ കേതുവിൻ്റെയൊക്കെ. അപ്പോൾ ഭഗവാൻ ശിവന്റെ അതായത് കാലനെ പോലും നിയന്ത്രിക്കുന്നതിനാണ് ഭഗവാൻ മഹാദേവ. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ തീർച്ചയായും ശിവപാദങ്ങളിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഗ്രഹദോഷങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് പമ്പ കടത്താനായിട്ട് സാധിക്കും. തൊഴിൽ തടസ്സങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. രോഗദുരിത മുക്തി തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. ശിവഭക്തിയേക്കാൾ നിങ്ങൾക്ക് മറ്റൊരു ഔഷധം തന്നെ ഇല്ല എന്ന് ഇവിടെ നമുക്ക് പറയാനായിട്ടും സാധിക്കും. അപ്പോൾ ഭഗവാൻ ശിവന് വലിയ ആഡംബര പൂജകളൊന്നും തന്നെ ആവശ്യമില്ല. ശുദ്ധമായ മനസ്സോടെ ഒരു തുള്ളി വെള്ളമാകട്ടെ അല്ലെങ്കിൽ ഒരു കൂവളത്തിലേക്ക് സമർപ്പിച്ചാൽ പെട്ടെന്ന് ഭക്തരിൽ സംപ്രീതനാകുന്ന ദേവൻ കൂടിയാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ. എങ്കിലും ഈ നക്ഷത്രക്കാര് ഇരട്ടി ഫലം ലഭിക്കുന്നതിനായിട്ട് ചില പൂജകൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ധാരയും ശംഖാഭിഷേകവുമാണ് ആദ്യം പറയാനുള്ളത്. തിരുവാതിര ചോതി നക്ഷത്രക്കാര് തിങ്കളാഴ്ചകളില് അല്ലെങ്കിൽ പ്രദോഷ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ജലധാര അതല്ലെങ്കിൽ
ക്ഷീരം പാല് കൊണ്ടുള്ള ധാര നടത്തുന്നത് ഉത്തമമാണ്. ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ശംഖാഭിഷേകമൊക്കെ ചെയ്യുകയുള്ളൂ. അങ്ങനെ ചെയ്താലും അത് ഉത്തമമാണ്. മനഃശാന്തി നേടുക എന്നതാണ് ഇതുവഴി നിങ്ങളിലേക്കായി എത്തിച്ചേരുന്ന ഒരു മാറ്റം. ഇനി മകം ആയില്യം നക്ഷത്രക്കാര് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് കൂവളത്തിലെയാണ്. അപ്പോൾ കൂവളത്തിനെ കൊണ്ട് മാല കെട്ടി സമർപ്പിക്കുന്നത് ജാതകദോഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതെയാകുന്നതിന് സഹായിക്കും. ഇനി തൃക്കേട്ട പൂരാട നക്ഷത്രക്കാര് ശിവക്ഷേത്രത്തില് പിൻവിളക്ക് കത്തിച്ചു തൊഴുന്നത് കുടുംബ ഐശ്വര്യവും ദാമ്പത്യ സുഖവും വരുന്നതിന് ഒരുപാട് സഹായിക്കും. വിട്ടുമാറാത്ത രോഗങ്ങളാൽ വലയുന്നവരും മനസ്സിൽ കാരണമില്ലാത്ത ഭയങ്ങളുള്ളവരും മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നത് ആയുസ്സും ആരോഗ്യവും ഭഗവാൻ പ്രദാനം ചെയ്യുന്നതിന് ഒരുപാട് സഹായിക്കും. ഇനി എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു വഴി എന്തെന്ന് നോക്കിയാൽ രാവിലെയും വൈകുന്നേരവും പഞ്ചാക്ഷരി മന്ത്രവും നമഃശിവായ ജപിക്കുക എന്നത് മാത്രമാണ്. 108 ഉരു ജപിക്കണം, 1-2 പോരാ. പ്രദോഷവ്രതം നോക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അത് അനുഷ്ഠിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഇവിടെ ജാതകത്തിൽ എന്ത് ദോഷമുണ്ടായാലും ശരി, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ വേണം ഭഗവാനെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച ആപത്തുകളിൽ നിന്ന് തീർച്ചയായും ഭഗവാൻ മഹാദേവൻ നമ്മളെ കാത്തുരക്ഷിക്കും. അപ്പോൾ നക്ഷത്രം ഏതൊന്നുമില്ല, എന്നാലും ചില നക്ഷത്രക്കാർക്ക് അവർ മനസ്സറിഞ്ഞ് കൂടുതൽ വിളിക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേഗത്തിൽ തന്നെ സിദ്ധിക്കും എന്നതുകൂടിയുണ്ട്. അപ്പോൾ നക്ഷത്രത്തിന്റെ എല്ലാ കാര്യമെന്ന് വീണ്ടും പറയുന്നത് നമ്മൾ മനസ്സിന്റെ ഭക്തിയാണ് കാര്യമാകുന്നത്. എന്നാൽ ഇന്ന് പറഞ്ഞ ഈ നക്ഷത്രക്കാര് ജന്മനാ തന്നെ ശിവഭഗവാന്റെ അനുഗ്രഹം പല രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടും ഉണ്ടാകും ഇതിനോടകം തന്നെ. അപ്പോൾ നിങ്ങൾ ഭഗവാൻ മഹാദേവനെ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമന്റ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക. ഇതുപോലെയുള്ള ആത്മീയവും ജ്യോതിഷപരവുമായ അറിവുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.